പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല വെടിക്കെട്ടിന് വഴിയോര കച്ചവടം നടത്തുന്നവർ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാപാരം നടത്തണമെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആസാദ് PV. നമ്മൾ അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പും അതുപോലെ ആരോഗ്യ വിഭാഗവും സംയുക്തമായിട്ട് നമ്മൾ പരിശോധനകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നോക്കുന്നത് ഈ വഴിയോര കച്ചവടം, അതുപോലെ ഈ മുറുക്ക്, അതുപോലെ അലുവ മുതലായ ഭക്ഷ്യവസ്തുക്കൾ വഴിയോര കച്ചവടം നടത്തുന്ന ഒരുപാട് പേര് നമുക്കിപ്പോൾ ഈ വേലയോടനുബന്ധിച്ച് ഈ 2 ദിവസം മുമ്പ് തലേദിവസമൊക്കെ ഇവിടെ നമ്മൾ എല്ലാ വേലയോരം പൂരത്തിലും കാണുന്ന പോലെ അവർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം വരുന്ന വ്യക്തികൾ ഭക്ഷ്യസുരക്ഷയുടെ ഒരു രജിസ്ട്രേഷൻ, ഒരു ഫോട്ടോ ആധാർ ഉപയോഗിച്ച് അവർക്കൊരു താൽക്കാലിക ഒരു രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഒന്നാമതായിട്ട് അവർ ചെയ്തിരിക്കണം. ഒപ്പം തന്നെ ഈ പറയുന്ന വ്യക്തികൾ, ഭക്ഷണം കൊടുക്കുന്ന വ്യക്തികൾ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അവർക്ക് അസുഖങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമാണ്. അപ്പോൾ അത് കയ്യിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഈ 2 രേഖകൾ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇതുമായി വേണം നമ്മൾ ഇവിടെ ഈ വേല നടക്കുന്ന സമയത്ത് ഇത്തരം വ്യക്തികൾ വരുവാൻ. ഒപ്പം തന്നെ ഉപയോഗിക്കുന്ന വെള്ളം, അപ്പം നമ്മളിവിടെ വെള്ളം അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യും. ജാറ് വെള്ളം ആണ് നമ്മൾ ഏറ്റവും പ്രിഫറബിളായിട്ട് ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ ആ ജാറ് വെള്ളം മാക്സിമം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. അത്തരം 20 ലിറ്ററിൻ്റെ ക്യാനിലുള്ള വെള്ളങ്ങൾ അവരവർ തന്നെ പറ്റുന്നവർ കൊണ്ടുവരിക, അതല്ലെങ്കിൽ അതിനനുസരിച്ച് ഇവർ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ നോക്കും. അപ്പോൾ അതിനൊപ്പം തന്നെ ഈ ഗ്ലൗസ് ഇട്ട് നമ്മൾ മാക്സിമം ഈ ഭക്ഷണം കൊടുക്കാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ വരുന്ന വ്യക്തികൾ, നമ്മുടെ വഴിയോര കച്ചവടക്കാരാണെങ്കിലും പ്രധാനമായിട്ട് ഇപ്പോൾ പാലക്കാട്, കാവശ്ശേരി ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ പാലക്കാടിലെ ഒറ്റപ്പാല, നെമ്മാറ ഭാഗത്തു നിന്ന് ഒരുപാട് പേര് നമ്മൾ വഴിയോര ഇവിടെ വരുന്നുണ്ട്. ഉത്രാളിക്കാവ് പൂരത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് ഇത്തരക്കാർ ഒരു സന്ദേശമായിട്ട് കണക്കാക്കി ഈ മാനദണ്ഡങ്ങൾ, ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും മുതലായ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഒപ്പം തന്നെ അത് കയ്യിൽ വെച്ചുകൊണ്ട് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇത് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു രജിസ്ട്രേഷൻ ഡെസ്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് തലേ ദിവസം രാവിലെ മുതൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ആരോഗ്യ വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ ഡെസ്ക്. അപ്പോൾ ആ ഡെസ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ, ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മളൊരു ഡെസ്ക്, അതിനാകെ വേണ്ടത് ഫോട്ടോയും ആധാർ കാർഡും ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഹെൽത്ത് കാർഡ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ ടൈഫോയിഡ് വാക്സിൻ, സ്കിൻ ടെസ്റ്റിംഗ് ഒരു മെഡിക്കൽ ഓഫീസർ സർട്ടിഫൈ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അത് ഇല്ലാത്തവരെ നമ്മൾ എടുത്തു കൊടുക്കുവാനും ഭക്ഷണം കൈകാര്യം ചെയ്യാനും നമ്മളിവിടെ പരിശോധനയിൽ അനുവദിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും തന്നെ എടുത്തിരിക്കണം. അത് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാം, ബ്ലഡ് ടെസ്റ്റ് മുതലായ ടെസ്റ്റ് ചെയ്തിട്ട് അത് കയ്യിൽ വെക്കുക. കാരണം അത് തത്സമയം നമുക്ക് എടുത്തു കൊടുക്കാൻ ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ അതിന് ടെസ്റ്റ് ഉള്ളതുകൊണ്ട് സമയം എടുക്കുന്നതുകൊണ്ടും ചിലപ്പോൾ അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് എടുത്ത് വയ്ക്കുക. രജിസ്ട്രേഷൻ നമ്മൾ ഇവിടെ താൽക്കാലിക കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്.